ഹായ് ഫ്രണ്ട്സ്, സോ ദ വെയിറ്റ് ഈസ് ഓവർ. നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ മാരത്തൺ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബെറ്റർ തിങ്സ് ടേക്ക് ടൈം എന്നൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് നാളായിട്ട് ഞാൻ തന്നിട്ടുള്ളൊരു പ്രോമിസ് ആയിരുന്നു CMAയുടെ ഇൻ്റർൻ്റെ ലോ ജൂൺ 2026 വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ളൊരു മാരത്തൺ ഞാൻ എന്ത് ചെയ്യും, നടത്തും എന്നുള്ളത്. സോ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനീഷ്യൽ പാർട്ടിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നിങ്ങളുടെ റിവിഷൻ ടൈമിൽ എംഫസൈസ് ചെയ്ത് നോക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലാവുന്നുണ്ടോ? അതോടൊപ്പം തന്നെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഏകദേശം സിലബസിൻ്റെ ഒരു 60-70% ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം വരും എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയാണ് ഈ മാരത്തൺ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് ഞാൻ പറയുന്ന കോൺസെപ്റ്റ്, ഞാൻ പറയുന്ന എക്സാമ്പിൾസ് അതൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നോക്കണം. ആ രീതിയിൽ വേണം ഈ പറയുന്ന മാരത്തൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, റെക്കോർഡൊക്കെ പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ അത് നടന്നോളണം എന്നില്ല, അല്ലേ? നമ്മൾ പിന്നെ അത് പ്രൊക്കാസിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡയറക്റ്റ്ലി മൂവിങ് ഓൺ ടുവേർഡ്സ് ദ ടോപ്പിക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. കുറേ പേർക്ക് എന്നെ അറിയാം, കുറച്ച് പേർക്ക് ഞാൻ ഫെമിലിയർ അല്ല. എൻ്റെ പേര് രഞ്ജിത്ത് ശിവഹരി എന്നാണ്. കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ലോ, പിന്നെ അതേപോലെ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഇത്രയും പേപ്പേഴ്സാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് CMA ഇൻ്ററിൽ. സോ ഇതെൻ്റെ നമ്പറാണ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ ചെറിയ ഡൗട്ട്സ് കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നിങ്ങളെ സംബന്ധിച്ച് അത്രയും മേജറായിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ഈ പറയുന്നത് പോലെ തന്നെ ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് അത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സ്പീഡിലായിരിക്കും, ഈ ഒരു പേസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, മുന്നോട്ട് പോകുന്നുണ്ടാവുക. കാരണം ഞാൻ വിചാരിക്കുന്ന ഏറ്റവും ലിമിറ്റഡ് ടൈമിൽ, എനിക്കറിയാം എക്സാം ആവാറായി, സോ ലിമിറ്റഡ് ടൈമിൽ കാര്യങ്ങൾ തീർക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ മാരത്തൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വൺ തിങ് ഐ ക്യാൻ അഷ്വർ യു, ആസ് എ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫാക്കൾട്ടി, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, there have to be certain core competence. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോർ കോമ്പീറ്റൻസ് വേണം, ഒരു യുണീക്നെസ് വേണം. That uniqueness you will definitely see in my marathon. That's my assurance. With that positive note, we are actually starting the topic. സോ പ്രയോറിറ്റി ഓർഡർ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ തവണ ഞാൻ ഈ പറയുന്ന പല വീഡിയോസ് വഴിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ആദ്യം നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ നോക്കേണ്ടത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 തന്നെ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ലൈക്ക് ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി ആൻഡ് ഓൾസോ ഏജൻസി എന്ന് പറയുന്ന ഒരു പോയിന്റും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് കവർ ചെയ്യണം. അതിനുശേഷം വേണം ബേസിക് കോൺട്രാക്ട്സിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വരാൻ വേണ്ടിയിട്ട്. സോ ആദ്യം സ്പെഷ്യൽ കോൺട്രാക്ട് കവർ ചെയ്യുന്നു, സെറ്റാക്കുന്നു, ബേസിക് കോൺട്രാക്ട് കവർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള എത്തിക്സിലോട്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എത്തിക്സിലോട്ട് വരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് ദ കമ്പനീസ് ആക്ട് 2013. ഈ കമ്പനീസ് ആക്ട് 2013 ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. ആൻഡ് ഓൾസോ മിസലേനിയസ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ, പിന്നെ അതേപോലെ തന്നെ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ, റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സും കറക്റ്റായിട്ട് കവർ ചെയ്യണം. സോ ഈ സിറ്റുവേഷനകത്ത് ഞാനൊരു ചാൻസ് എടുക്കാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ പറയുന്ന ടോപ്പിക്സിന് എംഫസിസ് കൊടുക്കുക, മറ്റുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, കുറച്ച് ടിപ്സ് ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇറ്റ് വിൽ ഗീവ്സ് എ ഗുഡ് ഇംപ്രഷൻ ഫോർ ദ എക്സാമിനർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കും. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ച് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഡയറക്ട്ലി നോട്ട് ആൻസറിങ് ദ പവർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആദ്യം ഡയറക്ടേഴ്സ് ആസ് പെർ സെക്ഷൻ 2(34) ഓഫ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറഞ്ഞിട്ട് ഡെഫിനേഷൻ എഴുതുക. ഡെഫിനേഷൻ എഴുതിയിട്ട് താഴെ ഫോളോയിങ് ആർ ദ പവേഴ്സ് ഓഫ് ദി ഡയറക്ടേഴ്സ് എന്ന് എഴുതിച്ചാൽ ഇറ്റ് വിൽ ഗിവ് എ ഗുഡ് ഇംപ്രഷൻ. നെക്സ്റ്റ് തിങ് ഈസ് കേസ് സ്റ്റഡി. ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എന്ന് കേസ് സ്റ്റഡി ചോദിക്കും എന്നാണ് കരുതുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഏതാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഓക്കെ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് കേസ് സ്റ്റഡി ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രൊവിഷൻ എഴുതുക, ഫാക്ട് എഴുതുക, ആൻഡ് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. ദ പ്രൊവിഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പം മിക്സിംഗ് ഓഫ് ദി ഗുഡ്സ്, മിക്സിംഗ് 2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഗുഡ്സിൻ്റെ മിക്സിങ്ങിൻ്റെ കേസിനകത്ത്
അതായത് ഈ പറയുന്നത് ബെയിലറിൻ്റെ സമ്മതമില്ലാതെ ബെയിലി ഗുഡ്സ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള 1-2 വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ആദ്യം അതിൻ്റെ പ്രൊവിഷൻ എഴുതുക. അതായത് അൺഓത്തറൈസ്ഡ് ആയിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെയിലി ഈസ് ലയബിൾ ടു അല്ലേ, ബെയിലി ഈസ് ലയബിൾ ടു ഇൻകർ അല്ലെങ്കിൽ ബെയിലി ഈസ് ലയബിൾ ഫോർ ദ സെപ്പറേഷൻ കോസ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബെയിലർക്ക് എന്ത് കൊടുക്കേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫാക്ട് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്താൽ മതി, മെൻഷൻ ചെയ്താൽ മതി, കാരണം ഓൾറെഡി ക്വസ്റ്റിനുള്ള കാര്യങ്ങളല്ലേ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കമ്മിങ് ഓൺ ടു ദ വാട്ട് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. ജസ്റ്റ് അനലൈസ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യാം, ആ രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് എഴുതുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റൻ എഴുതുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യനിലത്തെ ഈ പറയുന്ന പോലത്തെ എ പാർട്ടും ബി പാർട്ടും അങ്ങനെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ രണ്ടും ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അല്ലാതെ 2A ആൻസർ ചെയ്യുക, പിന്നെ 4A ആൻസർ ചെയ്യുക, പിന്നെ 6A ആൻസർ ചെയ്യുക, അങ്ങനെ പോവാതിരിക്കുക. ഓക്കെ, അതൊക്കെ ജസ്റ്റ് പേഴ്സണലായിട്ട് പറയുന്ന എക്സാമിന് കുറച്ചും കൂടെ ഒരു നല്ല ഒരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് ടിപ്സാണ്. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. അതായത് നിങ്ങൾ എഴുതുന്നതിനോട് കൂടെ തന്നെ ആൻസർ എഴുതുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യുക, കീവേഡ്സും കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവുക. പിന്നെ അത് അണ്ടർലൈൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പേപ്പർ കഴിഞ്ഞതിന് ശേഷം, അതായത് പേപ്പറെല്ലാം ആൻസർ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഫസ്റ്റ് തന്നെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് ഈ പറയുന്ന പോലെ പോകണം. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു എക്സ്പെക്ട് ഫ്രം ദിസ് മാരത്തൺ. ഞാനൊരു 25 ക്വസ്റ്റ്യൻ പറഞ്ഞുതരും. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. സോ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ അല്ലേ, മറ്റേ തന്നെ പറയുന്നത് എന്താ, താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ ആക്ച്വലി ഞാനൊരു 25 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നിർബന്ധമാണ് നിങ്ങളൊരു 15 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യണം. ഓക്കെ, ഞാൻ ആ 15 ക്വസ്റ്റ്യൻ തരും, ആ 15 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണം. ഈ 25, 15, 40 ക്വസ്റ്റ്യൻ പിന്നെ MCQ കറക്റ്റായിട്ട് നമുക്ക് MCQൻ്റെ മാരത്തണും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ ഇതിൽ എന്താണ് നമ്മുടെ റെസ്പോൺസ്, നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്, മാക്സിമം ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കാൻ നോക്കും. നമ്മൾ വല്ലാതെ അനാവശ്യമായിട്ട് ലാഗ് ചെയ്ത് നീട്ടി വലിച്ചെടുക്കുന്ന ഒരു പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. എന്താണോ ഓൺ ടു ദ പോയിന്റ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറയുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സിറ്റുവേഷനകത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. സോ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, കമ്പനീസ് ആക്ട് ബേസിക്സ് ഞാനൊരു 5 ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഞാൻ 8 ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങൾ 3 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. എത്തിക്സ് ഞാൻ 4, നിങ്ങൾ 4. ഡയറക്ടേഴ്സിന് 4 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിക്കണം. മിസ്ലേനിയസ്, ദാറ്റ് ഈസ് കമ്പനീസ് ആക്ട് മിസ്ലേനിയസ് ഏരിയയിൽ ഞാനൊരു 4 ക്വസ്റ്റ്യൻ ചെയ്യും, റെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാം. അങ്ങനെ ടോട്ടൽ ഞാനൊരു 25 ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി, ദാറ്റ് ഈസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് നമ്മുടെ മാരത്തൺ സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്കെ, സോ എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ പറയുന്ന പോലെ മാരത്തൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെറിയ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ്, അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ്, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, പിന്നെ അതുപോലെ തന്നെ എത്തിക്സ്, അതേപോലെ തന്നെ കമ്പനീസ് ആക്ട്, ഈ കാര്യങ്ങളൊക്കെ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ലോ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഡസ്ട്രിയൽ ലോ നിങ്ങൾക്ക് MCQ മാത്രം നോക്കിയിട്ട് ഇൻഡസ്ട്രിയൽ ലോ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ ലോട്ട് ഓൾറെഡി പോയി. പാർട്ട്ണർഷിപ്പും സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും പിന്നെ അതേപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ഒക്കെ എന്ത് ചെയ്യുക, സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ലൈക്ക് അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയാത്ത ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2A ഡിസ്ക്രിപ്റ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ക്വസ്റ്റ്യൻ നമ്പർ 2B ഡിസ്ക്രിപ്റ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ആൻഡ് ഓൾസോ 8A പ്രാക്ടിക്കൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് നോട്ട് കൺഫേംഡ് ബട്ട് സ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 8A പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ മേ ബി ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ കോൺട്രാക്ട് ആക്ടിനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കേസ് സ്റ്റഡി എവിടെ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാറേ എന്ന് ചോദിച്ചാൽ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. ഇത്തവണ കൂടുതലായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന് ചോദിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്ന് ചോദിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് MCQ അടക്കം ഒരു 21 മാർക്ക് മുതൽ 25 മാർക്ക് വരെ എവിടുന്ന് കൺഫേംഡ് ആണ്, കോൺട്രാക്ട് ആക്ട് നിന്ന് കൺഫേംഡ് ആണ്. എത്ര മാർക്കാണ്? 21 മാർക്ക് തൊട്ടിട്ട് 25 മാർക്ക് വരെ കോൺട്രാക്ട് ആക്ട് നിന്ന് കൺഫേംഡ് ആണ്. 5B ഡിസ്ക്രിപ്റ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഡയറക്ടേഴ്സ് എന്നുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ള കാര്യം ഞാൻ ഒബ്വിയസ്ലി ഞാൻ ഈ മാരത്തണിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യും. അതിനെക്കുറിച്ചാണ് മാരത്തൺ. ഓക്കെ, 6A ഡിസ്ക്രിപ്റ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഫ്രം മിസ്ലേനിയസ് ഏരിയ, ദാറ്റ് ഇസ് ഓഡിറ്റ് കമ്മിറ്റി, ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് അറ്റംപ്റ്റ്. അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് റെമ്യൂണറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ റൊട്ടേഷൻ ആയിരിക്കാം, അതും അല്ലെങ്കിൽ റെസിഗ്നേഷൻ ആയിരിക്കാം. ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പോൾ എത്രയായി? 28 to 30 മാർക്ക്. അതായത് നമ്മുടെ ഈ പറയുന്ന ഡയറക്ടേഴ്സ്, മിസ്ലേനിയസ് ആൻഡ് 6B ഡിസ്ക്രിപ്റ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം എവിടെ നിന്നാണ്? ഡിസ്ക്രിപ്റ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മിസ്ലേനിയസ് ഏരിയയിൽ നിന്ന് വരും.
8B സംബന്ധിച്ച് ഒന്നുകിൽ ഡയറക്ടേഴ്സ് എന്നുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് മിസ്ലീനിയസ് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഈ പറയുന്നത് പോലെ തന്നെ ചോദിക്കും. ലൈക്ക് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും മിക്കവാറും ചോദിക്കാൻ ചാൻസ്. അപ്പോൾ അങ്ങനെ 28 to 30 മാർക്ക് ഈ പറയുന്ന ഡയറക്ടേഴ്സ് പ്ലസ് മിസ്ലീനിയസ് ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കിട്ടി. 7A 7B എത്തിക്സ്, 7Aയും 7Bയും എത്തിക്സ്. സോ എത്തിക്സിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല, മൊത്തം പഠിക്കണം, ഒരു കോംപ്രമൈസും അതിനകത്തില്ല. 18 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് എത്തിക്സിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. MCQ ഒരു 4 മാർക്ക് മുതൽ 8 മാർക്ക് വരെ MCQ എന്ത് ചെയ്യും, MCQ ചോദിക്കും. 18 മാർക്ക് മിനിമം ആണ്, ചിലപ്പോൾ 20-22 വരെയൊക്കെ പോവാം. സോ എൻഷുർ 100% കവറേജ് ഓഫ് ദിസ് ടോപ്പിക്സ്. ഈ ടോപ്പിക്സ് കറക്റ്റായിട്ട് 100% കവർ ചെയ്യുക. പ്ലസ് റിപ്പീറ്റഡ്ലി റിവൈസ് അവർ ലാസ്റ്റ് ഡേ റിവിഷൻ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ലാസ്റ്റ് ഡേ റിവിഷൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് 2A 2B 5B 6A 6B 7A 7B 8A 8B ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ സാധിക്കും. ഇനി കമ്മിങ് ഓൺ ടു വേർഡ്സ് ദ ബേസിക്സ്. 5A കമ്പനീസ് ആക്ടിലത്തെ ബേസിക്സ് ആണ്. 7 മാർക്സിൻ്റെ ചോദ്യമാണ് 5A കമ്പനീസ് ആക്ടിലത്തെ ബേസിക്സ് എന്നാണ് 5A ചോദിക്കുക. കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ലൈക്ക് പ്രിലിമിനറി, ഇൻകോർപ്പറേഷൻ പ്രോസ്പെക്ടസ്, ഷെയർ ക്യാപിറ്റൽ ഡിബഞ്ചേഴ്സ് അങ്ങനെ ഉണ്ടല്ലോ. ചാർജസ് ഉണ്ട്, ചാർജസ് ഒക്കെ നമുക്ക് വിട്ടുകളയാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഏരിയ ഇതിന് ശേഷം വരണം. 3Bയിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിലോട്ടാണ് ഒരു ചായ്വ് കാണുന്നത്. 3A ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ എന്താണ് LLP ആക്ട്. ആൻഡ് ഈ പറയുന്ന പോലെ 4A 4B ഏതാണ് ഇൻഡസ്ട്രിയൽ ലോയും ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ചോദിക്കുന്നുണ്ടാവുക. സോ ദീസ് ആർ ദ ഇൻഡിക്കേറ്റീവ് ടോപ്പിക്സ് ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ ഇൻഡിക്കേറ്റീവ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഐ വിൽ ബി കവറിങ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. നമ്മുടെ സ്വന്തം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ് നമ്മൾ ആദ്യമായിട്ട് കവർ ചെയ്യുന്നത്. 11 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എവ്രി ഫോക്കസ്, എല്ലാവരുടെയും ഫോക്കസ് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു മാരത്തണിനകത്ത് എന്നെ മാത്രം നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റായിട്ട് നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത് ക്വാസി കോൺട്രാക്ട്സ്, ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുന്ന ഏരിയയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മളെ സംബന്ധിച്ച് നോക്കാനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ക്വാസി കോൺട്രാക്ട് ആൻഡ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്ന ഏരിയയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്വാസി കോൺട്രാക്ട് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് എന്നുള്ള, അതായത് ക്വാസി കോൺട്രാക്ട് എന്താണെന്ന് ചോദിക്കും, അതോടൊപ്പം തന്നെ എന്ത് ചോദിക്കും, ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ, അതായത് നിങ്ങൾ പല പല നോട്ട്സ് നോക്കിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ ഐ എം പ്രിഫറിങ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് എന്നായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു എന്തായിരിക്കും ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. സോ വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് എവിടെ പോയി ക്വാസി കോൺട്രാക്ട് അല്ലേ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ഒക്കെ മുമ്പാണ് ക്വാസി കോൺട്രാക്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്വാസി കോൺട്രാക്ടിനകത്ത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കോൺട്രാക്ട് അല്ലേ. എന്താണ് കോൺട്രാക്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം, അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് നോൺ ആസ് കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ സാറ് എസെൻഷ്യൽ എലമെൻറ്റ്സ് എവിടെ പറയുന്നത്, സെക്ഷൻ 10 അല്ലേ. സെക്ഷൻ 10 നമ്മളെ സംബന്ധിച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി ക്വാസി കോൺട്രാക്ട് സംസാരിക്കുന്നത്. സോ ഇപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്ട് ഈ പറയുന്നത് പോലെ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അവിടെ ഒരു ഓഫർ വേണം, പിന്നെ അതുപോലെ തന്നെ ഒരു ആക്സെപ്റ്റൻസ് വേണം, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, പാർട്ടീസ് കോമ്പീറ്റൻ്റ് ആയിരിക്കണം, കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള യാതൊരുവിധ രീതിയിലുള്ള എന്തും ഇല്ല അവിടെ. യാതൊരുവിധ രീതിയിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസും അവിടെ പ്രസൻ്റ് അല്ല. മറിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത്, കോർട്ട് വിൽ ഇമ്പോസ് എൻ ഒബ്ലിഗേഷൻ. ഓക്കെ, ഒരു ഒബ്ലിഗേഷൻ എന്ത് ചെയ്യാണ്, ഒരു പാർട്ടിയുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ലോജിക്ക് മക്കളെ ഇത്രയേ ഉള്ളൂ. അതായത് ലോജിക്ക് പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും എനിക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ ഒരിക്കലും ഒരു അർഹതപ്പെടാത്ത സാധനം എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ ചിലവിൽ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പോൾ ഒരാൾ എനിക്ക് എന്ത് ചെയ്തു, ഈ പറയുന്നത് പോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ട് എനിക്ക് ഗൂഗിൾ പേയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ നമ്പർ തെറ്റിച്ചിട്ട് ഒരു നമ്പർ തെറ്റിയിട്ട് എനിക്ക് ഒരു 10,000 റുപ്പീസ് എന്ത് ചെയ്തു, 10,000 റുപ്പീസ് എനിക്ക് വന്നു എന്ന് വിചാരിക്കാം. 10,000 രൂപ വന്നു. അപ്പോൾ ഈ 10,000 രൂപ വരുന്ന കേസിനകത്ത് ഇത് ശരിക്കും എനിക്ക് അർഹതപ്പെട്ട പൈസയാണോ? അല്ല. ഞാൻ ഈ പറയുന്ന പോലെ അയാൾക്ക് എന്തെങ്കിലും സർവീസ് ചെയ്തിട്ട് കിട്ടിയ പൈസയാണോ? അല്ല. സോ ഐ ഹാവ് ടു റിട്ടേൺ ദാറ്റ് മണി. ഞാൻ ആ മണി അയാൾക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അവിടെ എന്തുകൊണ്ടാണ് കോൺട്രാക്റ്റ് വന്നേ, അവിടെ ഓഫർ ഇല്ല അല്ല, അഗ്രിമെൻ്റ് ഇല്ല, എങ്ങനെയാണ് കോൺട്രാക്റ്റ് വന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ദി ലോ.
ഓക്കെ, ലോ ഇമ്പോസ് ചെയ്യുന്ന ലോ നിർബന്ധമായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാവ മനുഷ്യൻ അയാൾ കുറേ പൈസയൊക്കെ ഈ പറയുന്നത് പോലെ സേവ് ചെയ്തിട്ടുള്ള പൈസയായിരിക്കും, വേറെ ആൾക്ക് അടച്ചിട്ടുള്ള പൈസയായിരിക്കും. അപ്പോൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യാനൊരു സംഭവം വേണ്ടടാ, ആ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഭവമാണ് ക്വാസി കോൺട്രാക്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വാസി കോൺട്രാക്റ്റും ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റും ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എന്താണ് ക്വാസി കോൺട്രാക്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, എന്താണ് ക്വാസി കോൺട്രാക്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എഴുതണം. സോ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് കൂടുതലായിട്ട് മുഴുവനൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്ത് വിടാം. ഓക്കെ, ഇറ്റ് ഈസ് ഒബ്ലിഗേഷൻ, ഇറ്റ്സ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഒബ്ലിഗേഷൻ, okay, which the law creates in the absence of any agreement when any person is in the possession of one person's money or equivalent under such circumstances that in equity and good conscience he ought not to retain it which in justice and fairness belong to another. Okay, it is duty and not an agreement or intention which defines it. Okay, അപ്പോൾ നമ്മൾ എന്താ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ഡെഫിനിഷനാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇത് നീതിപൂർവ്വം ഈ പറയുന്നത് പോലത്തെ നല്ല രീതിയിൽ ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ലിഗേഷനാണ്. ഇവിടെ എന്താ സംസാരിക്കുന്നത്, ലോ ഇംപ്ലൈസ് എ പ്രോമിസ് ഇമ്പോസിങ് ഒബ്ലിഗേഷൻസ് ഓൺ വൺ പാർട്ടി ആൻഡ് കൺഫറിംഗ് ദി റൈറ്റ് ഇൻ ഫേവർ ഓഫ് അതർ ഈവൻ വെൻ ദർ ഈസ് നോ ഓഫർ, നോ ആക്സെപ്റ്റൻസ്, നോ കൺസെൻസസ് അഡിഡം. കൺസെൻസസ് അഡിഡം എന്ന് പറയുമ്പോൾ എന്താ, അതായത് ഒരേ കാര്യത്തിൽ രണ്ടുപേരും അല്ലേ ഒരേപോലെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, സമ്മതിക്കുന്നതിന് കൺസെൻസസ് അഡിഡം എന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഓക്കെ, such cases are not contracts but the court recognizes them as relations resembling those of contracts and enforces them as if they were contracts. Such is called a quasi contract. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോൺട്രാക്ട് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാസി കോൺട്രാക്ട് എന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, കോർട്ട് ഇമ്പോസ് അല്ലേ, കോർട്ട് ഇമ്പോസ് certain obligations, okay, obligations upon one party അല്ലെ, court impose certain obligations upon one party. okay, quasi contracts are contracts in which essential elements of a contract are not present but the obligation is imposed to protect the rights of എ പാർട്ടി. ഒരു പാർട്ടിയുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് ഇമ്പോസ് ചെയ്യുന്ന ഒബ്ലിഗേഷൻസ് ആണ്. അപ്പോൾ എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, സാറേ ലോ കാണാതെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീവേഡ്സ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺ വേർഡ്സിൽ എഴുതിയതാണ്. അതായത് ഒബ്ലിഗേഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ആരാ ഒബ്ലിഗേഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്? കോർട്ടാണ് ഒബ്ലിഗേഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ആർ നോട്ട് പ്രസന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പോസ് ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് എ പാർട്ടി. ഒരു പാർട്ടിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒബ്ലിഗേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ആ സംഭവം നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിനെ കുറിച്ചും സംസാരിക്കാം. എന്താണ് ഓരോ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിനെ കുറിച്ചും സംസാരിക്കാം. ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്സിനകത്ത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക. അത് പേഴ്സൺസ് ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മൈനർ, ലുനാറ്റിക്, പിന്നെ അതേപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ്, അങ്ങനെയുള്ള ആൾക്കാരാണ്. സേ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു പയ്യൻ മൈനറാണ്. ഓക്കെ, ഇവൻ്റെ പാരൻസ് എന്ത് ചെയ്തു, ഒരു ആക്സിഡൻറ്റിൽ അൺഫോർച്യുനേറ്റ്ലി മരിച്ചുപോയി. അപ്പോൾ ഈ സിറ്റുവേഷനകത്ത് എക്സിൻ്റെ അങ്കിളാണ് ഇവന് വേണ്ടിയിട്ടുള്ള എന്ത് സപ്ലൈ ചെയ്തിട്ടുള്ളത്, നെസസിറ്റി സപ്ലൈ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എക്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല, എക്സിന് ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരിക്കും. ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് ഇയാൾ നെസസറീസ് ദാറ്റ് ഹാവ് ടു ബി സ്ട്രെസ് ക്ലെയിം ഫോർ നെസസറീസ് എന്ന് പറയുമ്പോൾ എന്താ, ഫുഡ്, ഷെൽട്ടർ, ഓക്കെ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നെസസറീസിനകത്ത് വരും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു, അങ്കിൾ ഈ പറയുന്നത് പോലത്തെ സപ്ലൈ ചെയ്തു. എടാ ലോജിക്ക് ഭയങ്കര സിമ്പിളാണ്. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഇയാൾക്ക് കുറേ പ്രോപ്പർട്ടി, ബിൽഡിങ്, ലാൻഡ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും വിൽക്കാൻ പറ്റില്ല, എക്സിന് ഇതൊന്നും വിൽക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഹീ ഈസ് ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് അവന് വേണ്ടിയിട്ടുള്ള, അവന് ബേസിക് ആയിട്ട് വേണ്ടിയിട്ടുള്ള നെസസിറ്റീസ് ആണ് ആര് സപ്ലൈ ചെയ്യുന്നത്, ഈ പറയുന്ന അങ്കിൾ എന്ത് ചെയ്യുന്നത്, അങ്കിൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ് ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ്.
ആരെ കോമ്പൻസേറ്റ് ചെയ്യണം? ആരാണോ ഈ നെസസിറ്റീസ് അപ്ലൈ ചെയ്തത് അയാളെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് സംസാരിക്കുന്നത്. ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ഇഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് എൻ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട് ഓർ എനി ഓഫ് ഹും ഹീസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട്, അതാണ് ഞാൻ പറഞ്ഞത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻറ്റ്, ഈ സപ്ലൈഡ് വിത്ത് അനദർ പേഴ്സൺ, ഓക്കെ, വിത്ത് നെസസറീസ് suited to his condition in life, the person who has furnished such supplies is entitled means അയാൾക്ക് എന്തുണ്ട്, അയാൾക്ക് റൈറ്റ് ഉണ്ട് to be reimbursed from the property of such incapable person. Personally he is not liable. പ്രോപ്പർട്ടി മാത്രമാണ് മക്കളെ ലൈബിൾ ആയിട്ടുള്ളത്. സോ 2 പോയിന്റ് ശ്രദ്ധിക്കുക. നെസസറീസ് ആണ്, പ്രോപ്പർട്ടിയാണ് ലൈബിൾ ആയിട്ടുള്ളത്, പേഴ്സണൽ ലൈബിലിറ്റി ഇല്ല. ആരൊക്കെ പെട്ടെന്ന് നോക്കിയേ. അതായത് പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് എൻ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട് ആൻഡ് ദ പേഴ്സൺ ഹീ ഈസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട്. ഇവർക്ക് 2 പേർക്കും നെസസറീസ് അപ്ലൈ ചെയ്തു. ദെൻ ദ പേഴ്സൺ, അതായത് ആർക്കാണോ ഇത് സപ്ലൈ ചെയ്തത് അവരുടെ പ്രോപ്പർട്ടി ലൈബിൾ ആയിരിക്കും. ക്ലിയർ? സെറ്റ്. സെക്കൻഡ് പോയിന്റ് മനസ്സിലാക്കുക. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ക്ലാസ് കാണുന്ന ഫോർ എക്സാമ്പിൾ ദീപക്, പിന്നെ അതേപോലെ തന്നെ രാഹുൽ, അതേപോലെ തന്നെ ശ്യാം. ഓക്കെ, ദീപക്കും രാഹുലും ശ്യാമും. ഹായ് ദീപക്, രാഹുൽ, ശ്യാം. ഓക്കെ, അപ്പോൾ ദീപക്കും രാഹുലും ശ്യാമും എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഹോസ്റ്റൽ എടുത്തു. ഓക്കെ, പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നിട്ട് പഠിപ്പം ശരിയാവുന്നില്ല. സോ ബേസിക്കലി എന്ത് ചെയ്തു, ഒരു ഹോസ്റ്റൽ എടുത്ത സമയത്ത് ഹോസ്റ്റൽ ഓണർ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് റെൻറ്റ് കൊടുക്കുക, ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അയാൾ ഈ പറയുന്നതിൽ അടച്ചോളും. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഇവർ പഠിക്കാൻ അങ്ങ് മൂടായിട്ട് വരുന്ന സമയത്ത് രാത്രി കറണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് ഫ്യൂസ് ഊരി. അപ്പോൾ ഈ സിറ്റുവേഷനകത്ത് ഇവർക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചാൽ മാത്രമേ ഇവർക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഹിയർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു പോയിന്റിനകത്ത് ഇവരെന്താ ചെയ്യുന്നത്, പൈസ അടയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. റീഇംബേഴ്സ്മെന്റ് ഓഫ് പേഴ്സൺസ് പേയിങ് മണി ഡ്യൂ ബൈ അനദർ. ശരിക്കും ഈ പറയുന്ന ഹൗസിന്റെ ഓണർ കൊടുക്കേണ്ട പൈസയാണ് അല്ലേ. ഇലക്ട്രിസിറ്റി ബില്ലാണ് ആരടയ്ക്കുന്നത്, ഇവന്മാരടയ്ക്കുന്നത്. ഇൻ പേയ്മെന്റ് ഓഫ് വിച്ച് ഹീസ് ഇൻട്രസ്റ്റഡ്. അതായത് ഹീസ് ഇൻട്രസ്റ്റഡ് മീൻസ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും അത് ആര് അടയ്ക്കേണ്ട പൈസയാണ്, ഈ പറയുന്ന ഹൗസ് ഓണർ അടയ്ക്കേണ്ട പൈസയാണ്. അയാളെ വിളിക്കുന്നവരാണ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ദി സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഓഫ് മണി. ഇവിടെ ഇൻട്രസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അയാളാണ് ലീഗലി റിക്വയർഡ് ടു പേ ദാറ്റ് മണി which another is bound by law to pay and who therefore pays it is entitled to be reimbursed by the other. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആരാണ് ഇത് ശരിക്കും റീഇംബേഴ്സ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഇവിടെ. ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു വെച്ചാൽ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇവിടെ ഈ ഹോസ്റ്റലിൻ്റെ കേസിനകത്ത് സിമ്പിളായിട്ട് ആലോചിക്കുക. ഹോസ്റ്റലിൻ്റെ കേസിനകത്ത് കറണ്ട് വേണം. ഹോസ്റ്റലിൻ്റെ കേസിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ആരൊക്കെയാണ്, നമ്മുടെ ദീപക്, രാമ, ശ്യാമ. അപ്പോൾ അവർ അടയ്ക്കുന്നു. ശരിക്കും അത് ആരടയ്ക്കേണ്ട പൈസയാണ്, ശരിക്കും അത് അവിടുത്തെ ഹൗസ് ഓണർ അടയ്ക്കേണ്ട പൈസയാണ്. സോ ഹൗസ് ഓണർ അടച്ചില്ല, ഇവരടയ്ക്കുന്നു. സോ ഇവർക്ക് ആര് പൈസ തിരിച്ചു കൊടുക്കണം, ഹൗസ് ഓണർ പൈസ തിരിച്ചു കൊടുക്കണം. വൈ? ബിക്കോസ് ദിസ് ഇസ് എ കോസി കോൺട്രാക്ട്. ഇതൊരു കോസി കോൺട്രാക്ട് ആണ്. ക്ലിയർ ആണോടാ? 2 പോയിന്റ് സെറ്റ് ആണോ? അപ്പോൾ പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഈ 3 പിള്ളേരെയാണ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ഫോർ ദ നെസസിറ്റീസ് സപ്ലൈഡ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് മനസ്സിലാക്കുക, ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് മീൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്ത കാര്യമൊന്നുമല്ല. നമ്മൾ ആ രീതിയിൽ, അതായത് നമ്മൾ ഫ്രീ അല്ലാതെ ചെയ്തു കൊടുത്തൊരു കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇവിടെ ഒരു ഗേൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം, ദീപിക അല്ലേ, ദീപിക. ഓക്കെ, അപ്പോൾ ദീപികയുടെ കേസിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദീപികയ്ക്ക് ഒരു ടൂറിന് പോയി. ഒരാൾ ഈ പറയുന്നത് പോലെ തന്നെ ഇവരെല്ലാവരും കൂടെ ഒരു ടൂറിന് പോയി. അപ്പോൾ നയന എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തു, ദീപികയുടെ ബർത്ത്ഡേ ആണ്. സോ ദീപികയ്ക്ക് എന്ത് ചെയ്തു, ഒരു പിസ്സ, ദീപികയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു പിസ്സ ഓർഡർ ചെയ്ത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ട്? എന്ത് ഓർഡർ ചെയ്ത് കൊടുത്തു? പിസ്സ ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിസ്സ ഓർഡർ ചെയ്ത് കൊടുത്ത സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ പറയുന്നത് പോലെ തന്നെ ദീപികയുടെ റൂം നമ്പർ ഫോർ എക്സാമ്പിൾ 101 ആയിരുന്നു വിചാരിക്കാം. ആ താഴത്തെ റെസ്റ്റോറൻറ്റിലത്തെ ആൾ കേട്ടത് 104 എന്നാണ് കേട്ടതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 201 എന്താ ആയിക്കോട്ടെ 104 എന്നാണ് കേട്ടതെന്ന് വിചാരിക്കാം. സോ ഇവിടെ വരുന്ന ആളെന്ന് പറയുന്നത് ദേവിക എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇവിടെ 104 അപ്പോൾ ദേവിക നോക്കിയപ്പോൾ, റൂം തുറന്ന് നോക്കിയപ്പോൾ ഹായ് പിസ്സ അല്ലേ. അപ്പോൾ ദേവിക എന്ത് ചെയ്തു, പെട്ടെന്ന് പിസ്സയൊക്കെ കഴിച്ചു. ഓക്കെ, അതിനുശേഷം ഇവരെല്ലാവരും കൂടെ കണ്ട സമയത്ത് നയന ഇങ്ങനെ ദീപികയെ നോക്കുന്നുണ്ട്. അതായത് പിസ്സ ഈ പറയുന്നത് പോലത്തെ പിസ്സയുടെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ, ദീപിക പറയുന്നുണ്ടോ നോക്കുന്നുണ്ട്. പക്ഷെ ദീപിക പ്രത്യേകിച്ച് അതൊന്നും പറയുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ഹിയർ എന്താ സംഭവിച്ചത്, ഇൻകറക്ട്ലി ദീപികയ്ക്ക് കൊടുക്കേണ്ട പിസ്സ ആർക്കാണ് കൊടുത്തത്, ദേവികയ്ക്കാണ് കൊടുത്തത്. സോ ഈ സിറ്റുവേഷൻ ദേവിക ഈസ് റെസ്പോൺസിബിൾ ടു റിട്ടേൺ ദ എമൗണ്ട് ഓഫ് ദാറ്റ് പിസ്സ. ആ പിസ്സയുടെ എമൗണ്ട് ദേവിക കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, റിട്ടേൺ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണ്, ഇതാണ് ഒബ്ലിഗേഷൻ, കടമ ഓഫ് person enjoying benefit of non-gratuitous act. This section provides that where a person lawfully does anything for another person, നയൻ എന്ത് ചെയ്യുന്നു, പിസ്സ ദീപികയ്ക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു, or delivers anything to him not intending to do so gratuitously. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ദീപികയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഇതാക്കാൻ പോയത് ദേവികയ്ക്കാണ് പോയത്.
ദേവികയ്ക്ക് ഫ്രീ ആയിട്ട് ദേവികയോടുള്ള ഇഷ്ടം കാരണം കൊടുത്തതാണോ? അല്ല. And such other person enjoys the benefit thereof, the latter is bound to make compensation to the former in respect of or to restore the things so done or delivered. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ക്വാണ്ടം മെറിറ്റ്. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്താ ക്വാണ്ടം മെറിറ്റ് എന്നും വിളിക്കും എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ട് ആലോചിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം, പിസ്സ തിരിച്ച് മേടിച്ച് കൊടുക്കണം ദീപികയ്ക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം. ക്ലിയർ ആണോ? 3 പോയിന്റ് ക്ലിയർ ആണോ? 4ാമത്തെ പോയിന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. എനിക്കൊരു വാച്ച് കളഞ്ഞ് കിട്ടി, ട്രെയിനിൽ പോകുന്ന സമയത്ത് വാച്ച് കളഞ്ഞ് കിട്ടി. അപ്പോൾ വാച്ച് കളഞ്ഞിൽ കിട്ടിയ സിറ്റുവേഷൻസിനകത്ത് ഞാനൊരു ബെയിലി, അതായത് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്ട്, സ്പെഷ്യൽ കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്. സോ ഒരാൾ എനിക്കൊരു സാധനം ഈ പറയുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തരികയാണ്. അപ്പം ഞാനത് എൻ്റെ സാധനമാണെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കെയർ വെക്കുമോ അതേ കെയർ ഞാൻ എന്ത് ചെയ്യണം, പുലർത്തണം എന്നാണ് ബെയിൽമെൻറ്റിനകത്ത് പറയുന്നത്. ഇതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബെയിലിയുടെ പോലെ തന്നെ ഈ സാധനം പ്രൊട്ടക്ട് ചെയ്യണം, സൂക്ഷിക്കണം. നമ്മുടെ ഓണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ രീതിയിലുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആര് നടത്തണം, ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് നടത്തണം. ദാറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ടു ഇൻറ്റു ഹിസ് കസ്റ്റഡി സബ്ജക്റ്റഡ് ടു ദ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് എ ബെയിലി എന്നുള്ള പോയിന്റാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഹും മണി ഈസ് പെയ്ഡ് ഓർ തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കോയേഷൻ. സിമ്പിളായിട്ട് ആലോചിക്കുക മക്കളെ. ഗൂഗിൾ പേയിൽ എനിക്ക്, അതായത് മറ്റൊരാൾ നമ്പർ തെറ്റിയിട്ട് എനിക്ക് പൈസ അയച്ചു. സോ ഐ ഹാവ് ടു റിട്ടേൺ ദിസ് മണി ടു ദ പേഴ്സൺ. എനിക്ക് ആരാണോ പൈസ അയച്ചത് അയാൾക്ക് ഞാൻ എന്ത് ചെയ്യണം, പൈസ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ദി സെക്ഷൻ പ്രൊവൈഡ്സ് എ പേഴ്സൺ ഹു മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓണ്ടർ കോയേഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. ഓക്കെ, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പൈസ ഈ പറയുന്നത് പോലെ തന്നെ മേടിക്കുന്നുണ്ടെങ്കിൽ അയാളും റിട്ടേൺ ചെയ്യണം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കുന്നത്. സോ ക്ലിയർ. സോ ക്വാസി കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലായി. കോർട്ട് ഇമ്പോസ് ചെയ്യുന്ന സർട്ടൻ ഒബ്ലിഗേഷൻസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് have the essential elements of a contract. Is actually the quasi contract എന്തിനു വേണ്ടിയിട്ടാണ്, to protect the rights of some party. Okay, fine. And also we discuss certain the types of quasi contract. Okay, necessities, liability for necessities. Okay, payment by an interested person. Person enjoying the benefit of non-gratuitous act, person enjoying benefits of non-gratuitous act, in the responsibility of finder of goods and liability of a person to whom money is paid under coercion or by mistake. Set. Next one is contingent contracts. Contingent means എന്താ, depending upon certain events ആണ് enforceability ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ വി വിൽ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് നമ്മുടെ റിലേറ്റിംഗ് ടു ദ എൻഫോഴ്സിബിലിറ്റി ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട്സ്. എൻഫോഴ്സിബിലിറ്റി ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട്സിനെ കുറിച്ച് ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ ആദ്യം കണ്ടിജന്റ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. കണ്ടിജന്റ് കോൺട്രാക്ട് ഡിഫൈൻസ് കണ്ടിജന്റ് കോൺട്രാക്ട് ആസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ഡു സംതിങ് ഇഫ് സം ഇവന്റ് കൊളാട്രൽ ടു സച്ച് ഇവന്റ് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അതായത് ആ ഒരു ഇവന്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഇവന്റ് ഹാപ്പൻ ചെയ്താലോ ഹാപ്പൻ ചെയ്തില്ലെങ്കിലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റിനെ നമ്മൾ വിളിക്കുന്നത് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. സാറേ മനസ്സിലായാലും സിമ്പിളായിട്ട് ആലോചിക്കുക. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കണ്ടിജന്റ് കോൺട്രാക്റ്റിൻ്റെ ഒരു വളരെ വലിയ രീതിയിലുള്ള എക്സാമ്പിളാണ്. നമ്മൾ വണ്ടി പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ നമുക്ക് പൈസ കിട്ടും. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഷിപ്പടാ കുറേ മറ്റ് ഗുഡ്സും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ഷിപ്പ്, ആ ഷിപ്പ് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എനിക്ക് അവർ പൈസ തരും. ദാറ്റ് ഈസ് കണ്ടിജന്റ് കോൺട്രാക്ട്. സോ കണ്ടിജന്റ് കോൺട്രാക്ട്സിൻ്റെ എൻഫോഴ്സ്മെന്റ് സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻഫോഴ്സ്മെന്റ് ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട് ഇങ്ങനെ ആലോചിക്കുക. Section 32 provides that contingent contracts to do or not do anything if an uncertain event happens cannot be enforced by law unless and until that event has happened. മനസ്സിലാവുന്നുണ്ടോ? ആ ഇവന്റ് ഹാപ്പൻ ചെയ്താൽ മാത്രമേ എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂ, എൻഫോഴ്സ് ചെയ്യാൻ പറ്റൂ. എടാ ഞാൻ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പ്രീമിയം കാര്യങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ വെഹിക്കിൾ അപകടത്തിൽ പെടാതെ എനിക്ക് കുറച്ച് പൈസ ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് പോയിട്ട് ഞാൻ അടച്ച പ്രീമിയം ഒക്കെ തിരികെ താന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇഫ് ദി ഇവന്റ് ബിക്കംസ് ഇമ്പോസിബിൾ സച്ച് കോൺട്രാക്ട്സ് ബിക്കം വോയിഡ്. ഇവന്റ് ഇമ്പോസിബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞു വെച്ചാൽ ആ കോൺട്രാക്ട് എന്തായിട്ട് മാറും, കോൺട്രാക്ട് ഈ പറയുന്നത് പോലെ തന്നെ വോയിഡ് ആയിട്ട് മാറും. അതായത് ഷിപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞു, ലൈക്ക് ഒരു സെക്യൂരിറ്റി പോലെ പൈസ തരാമെന്ന് പറഞ്ഞു. ഷിപ്പ് തിരിച്ചു വന്നതോടുകൂടി അതെന്തായിട്ട് മാറി, വോയിഡ് ആയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ മാറി. ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? സെറ്റാണ് എന്ന് എന്ത് ചെയ്യുന്നു, സെറ്റാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് 33 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ്സ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺട്രാക്ട്സ് കണ്ടിജന്റ് ഓൺ ഇവന്റ് നോട്ട് ഹാപ്പനിങ്. പക്ഷേ നമ്മൾ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റിന്റെ കേസാണ് സംസാരിച്ച്. ഹാപ്പനിങ് ഓഫ് ഇവന്റിന്റെ കേസിനകത്ത് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ് ആ ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നത് അപ്പോൾ എൻഫോഴ്സിബിൾ ആവും. ആ ഇവന്റ് ഇമ്പോസിബിൾ ആവുന്നതോടുകൂടി അത് വോയിഡ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു. നോട്ട് ഹാപ്പനിങ്ങിന്റെ കേസിനകത്ത് എന്താ, ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് ടു ഡു ഓർ നോട്ട് ഡു എനിത്തിങ് ഇഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് ഡസ് നോട്ട് ഹാപ്പൻ ക്യാൻ ബി എൻഫോഴ്സ് വെൻ ഹാപ്പനിങ് ഓഫ് ദാറ്റ് ഇവന്റ് ബിക്കംസ് ഇമ്പോസിബിൾ ആൻഡ് നോട്ട് ബിഫോർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഡസ് നോട്ട് ഹാപ്പൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷിപ്പ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞു. ഷിപ്പ് തിരിച്ചു വന്നിട്ടില്ല, തിരിച്ചു വരരുത് എന്നുള്ളതാണ് ഡസ് നോട്ട് ഹാപ്പൻ.
ഷിപ്പ് സിങ്കായി പോയി, അതായത് കടലിൽ മുങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. കടലിൽ മുങ്ങിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സിബിൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഷിപ്പ് തിരിച്ചു വരുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താണ്? എൻഫോഴ്സിബിൾ ആണെന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ ടൈം സ്പെസിഫൈഡ് ആണെന്ന് വിചാരിക്കുക. അതാണ് അടുത്ത പോയിന്റ് സംസാരിക്കുന്നത്. If the future event on which a contract is contingent in a way in which person will act at an unspecified time, the event shall be considered to become impossible when such person does anything which renders it impossible, that he should do so act within any definite time or otherwise than under further contingencies. ഓക്കെ, ഇവരെപ്പോഴും സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ മാരേജിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബട്ട് ദിസ് ഈസ് ക്വൈറ്റ് കൺഫ്യൂസിങ്. അതുകൊണ്ടാണ് ഞാൻ വേറെ എക്സാമ്പിൾസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവിടെ എന്താ സംസാരിക്കുന്നത്? ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ഇഫ് ദ ഫ്യൂച്ചർ ഇവന്റ് ഓൺ വിച്ച് എ കോൺട്രാക്ട് ഈസ് കണ്ടിൻജന്റ്. ഓക്കെ, ആ ഇവന്റ്, അതായത് ആ ഇവന്റ് നടന്നാലാണ് ഇത് എൻഫോഴ്സിബിൾ ആയിട്ട് മാറുക എന്ന് സംസാരിച്ചു. സോ ദാറ്റ് ഇവന്റ് ഈസ് നോൺ ആസ് വാട്ട്? കണ്ടിൻജന്റ് ഇവന്റ്. Is the way in which a person will act in an unspecified time. The event shall be considered to become impossible when such person does anything which renders it impossible, that he should do so act within any definite time or otherwise than under further contingencies. ഓക്കെ, ഇവിടെ നമ്മുടെ ഇവരുടെ എക്സാമ്പിൾ നോക്കാം. എ അഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ബി ഇഫ് ബി മാരി സി. സി എന്ത് ചെയ്തു? സി ഡീനെ മാരേജ് ചെയ്യുന്നു. അപ്പം ബി സിനെ മാരേജ് ചെയ്താൽ എ ആർക്ക് പൈസ കൊടുക്കും? ബിക്ക് പൈസ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ എന്നാണ് പറഞ്ഞത്. പക്ഷേ സി എന്ത് ചെയ്യുന്നു? സി ഡീനെ മാരേജ് ചെയ്യുന്നു. ഓക്കെ, ദി മാരേജ് ഓഫ് ബി ടു സി മസ്റ്റ് നൗ കൺസിഡർഡ് ഇമ്പോസിബിൾ. കാരണം ഓൾറെഡി സി ഡീനെ മാരേജ് ചെയ്തു. ഇപ്പോൾ ബിയും സിയും തമ്മിൽ മാരേജ് ഇമ്പോസിബിൾ ആണ്. ഓൾദോ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഡി മേ ഡൈ, ദാറ്റ് സി മേ ആഫ്റ്റർവേർഡ്സ് മാരി ബി. അങ്ങനെ നടക്കാം, അല്ലെങ്കിൽ അതെന്തായിട്ട് മാറും? ഇമ്പോസിബിൾ ആയിട്ട് മാറും എന്നുള്ള പോയിന്റാണ് സംസാരിക്കുന്നത്. ദാറ്റ് പോയിന്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല ആ ഒരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് ഈ പറയുന്നത് പോലെ തന്നെ ഇമ്പോസിബിൾ ആയിട്ട് മാറും എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക് ടൈമിൻ്റെ കേസാണ്. ഓക്കെ, കണ്ടിൻജന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് സ്പെസിഫിക് ഇവന്റ് വിത്തിൻ ഫിക്സഡ് ടൈം. ദ സെറ്റ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് കണ്ടിൻജന്റ് കോൺട്രാക്ട്സ് ഷുഡ് ഡു ഓർ നോട്ട് ഡു എനിത്തിങ് ഇഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൻ ഇവന്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫിക്സഡ് ടൈം ബിക്കംസ് വോയിഡ് ഇഫ് ദ എക്സ്പിറേഷൻ ഓഫ് ദ ടൈം ഫിക്സ്ഡ് സച്ച് ഇവന്റ് ഹാസ് നോട്ട് ഹാപ്പൻ. അതായത് ഒരു വർഷത്തിനുള്ളിൽ ഷിപ്പ് തിരിച്ചു വരും എന്ന് പറഞ്ഞു, ഒരു വർഷമായിട്ട് ഷിപ്പ് തിരിച്ചു വന്നിട്ടില്ല, അപ്പം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓർ ഇഫ് ബിഫോർ ദ ടൈം ഫിക്സ് സച്ച് ഇവന്റ്സ് ബിക്കംസ് ഇമ്പോസിബിൾ. അതായത് ഷിപ്പ് തിരിച്ചു വന്നാലേ നമുക്ക് പൈസ കിട്ടൂ. ഷിപ്പ് എന്ത് ചെയ്തു? ഒരു വർഷം ആവുന്നതിന് മുൻപ് മുങ്ങിപ്പോയി. Okay, contingent contracts to do or not do anything if a specified uncertain event does not happen within a fixed time may be enforced by law when the time fixed has expired and such event not happen, or before the time fixed has expired if it becomes certain that such event will not happen. Okay, ഇവിടെയും സംസാരിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വർഷമായിട്ടും ഇത് സംഭവിച്ചിട്ടില്ല, ഒരു വർഷമായിട്ടും ഈ പറയുന്നത് പോലെ ഷിപ്പ് തിരിച്ചു വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് ലൈക്ക് അമ്പിളിമാമനെ പിടിച്ചുകൊണ്ട് വരും, അങ്ങനത്തെ രീതിയിലുള്ള ഇമ്പോസിബിൾനെസ് കാര്യങ്ങളും നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 4 പോയിന്റ്സ് ആണ് കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഡൺ. സോ വി ഡിസ്കസ് റിഗാർഡിംഗ് ദ കണ്ടിൻജന്റ് കോൺട്രാക്ട്സ്. ശ്രദ്ധിക്കുക, കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? എൻഫോഴ്സിബിലിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഇവൻറ്റ്. അതായത് നമുക്ക് ഹാപ്പൻ ചെയ്യുമെന്നോ ഹാപ്പൻ ചെയ്യില്ലെന്നോ, അതായത് അൺസർട്ടൻ ഇവൻറ്റ്, അതായത് അൺസർട്ടൻ ആണ് ഇവൻറ്റ്, ഹാപ്പൻ ചെയ്യുമെന്നില്ല അറിയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻഫോഴ്സിബിലിറ്റി. ദാറ്റ് ഈസ് ലീഗലി നമുക്ക് ഈ പറയുന്നത് പോകാൻ പറ്റുക, ലീഗലി നമുക്ക് എൻഫോഴ്സ് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുക, അത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി നമ്മൾ 4 കാര്യങ്ങളാണ് സംസാരിച്ച്. ഓക്കെ, ഹാപ്പനിങ് ഓഫ് ആൻ എവൻറ്റ്, നോൺ ഹാപ്പനിങ് ഓഫ് ആൻ എവൻറ്റ്, അല്ലേ? ടൈം സ്പെസിഫൈഡ് ആണ്, ടൈം സ്പെസിഫൈഡ് കേസ് സംസാരിച്ചു. ആൻഡ് ഓൾസോ അഗ്രിമെൻറ്റ് ടു ആക്ച്വലി കണ്ടീഷൻ കോൺട്രാക്ട്, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? വോയിഡ് ആയിട്ട് മാറും എന്നുള്ള പോയിന്റ് സംസാരിച്ചു. ക്ലിയർ അല്ലേ? പക്ക അല്ലേ? സോ 2 പോയിന്റ് നമ്മൾ സംസാരിച്ചു. 3ാമത്തെ പോയിന്റ്, ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, മനസ്സിലാക്കുക. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് പെട്ടെന്ന് കത്തിച്ച് പോകാൻ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, ഒരു A+ കാറ്റഗറി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താ? അതായത് 2 പാർട്ടീസിൻ്റെ, ഓഫറിൻ്റെ ആണെങ്കിലും ഓഫറുടെ ആണെങ്കിലും 2 പാർട്ടീസിൻ്റെയും ഈ പറയുന്നത് പോലെ തന്നെയുള്ള അല്ലേ ഒബ്ലിഗേഷൻസ്, അല്ലേ അവരുടെ ഈ പറയുന്നത് പോലെ തന്നെ ഒബ്ലിഗേഷൻസ് അവിടെ എന്താവുകയാണ്? ഈ ഫുൾഫിൽ ആവുകയാണ്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോൺട്രാക്ട്, അങ്ങനെ ഒരു സംഭവത്തിനാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് വിളിക്കുന്നത്. പല ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ഉണ്ട്, മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഉണ്ട്. ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഉണ്ട്, ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഞാൻ കുറച്ച് സിമൻറ്റ് ഓർഡർ ചെയ്തു, ആ സിമൻറ്റ് സിമൻറ്റ് വന്നു, ഞാൻ പൈസ കൊടുത്തു. വിച്ച് മീൻസ് ദിസ് ഓൾസോ ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. അതായത് 2 പാർട്ടിയുടെ ഭാഗത്തുള്ള കാര്യങ്ങളും ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ആയി. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, ഡിസ്ചാർജ് ബൈ
ആക്ച്വൽ പെർഫോമൻസ്. ഡിസ്ചാർജ് ബൈ എന്താണ്? ആക്ച്വൽ പെർഫോമൻസ്. ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ലിഗേഷൻസ് റൈസിംഗ് ഫ്രം എ കോൺട്രാക്ട് ബൈ ദ പാർട്ടീസ് ടു ഇറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണ്. ഇതിനെ തന്നെ വിളിക്കുന്നവരാണ് ടെൻഡർ ഓഫ് പെർഫോമൻസ്. അതായത് അയാൾ സിമെന്റ് കൊണ്ടുവന്ന് തന്നു, പക്ഷേ ഞാനത് ആക്സെപ്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ 500 രൂപയ്ക്ക് റിവിഷൻ ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്തു, ഈ പറയുന്നല്ലോ ഓഫർ ചെയ്തു, നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ല. ഐ എം റെഡി ടു ഗീവ് മൈ പെർഫോമൻസ്, അല്ലെങ്കിൽ ഞാൻ റെഡി ആയിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ബട്ട് നിങ്ങൾ കയറിയില്ല. നിങ്ങൾ കയറാത്തതോടുകൂടി എൻ്റെ ഭാഗത്തുള്ള ഒബ്ലിഗേഷൻസ് എന്താ ഫുൾഫിൽ ആയി. സോ ദാറ്റ് ഇസ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്, ടെൻഡർ ഓഫ് പെർഫോമൻസ് എന്ന് വിളിക്കും. നൊവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നൊവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഇൻ ദ പ്ലേസ് ഓഫ് എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് നോൺ ആസ് വാട്ട്? നൊവേഷൻ ഓഫ് കോൺട്രാക്ട്സ്. ഈ ഡിസ്ചാർജസ് ദ ഒറിജിനൽ കോൺട്രാക്ട്. ഒറിജിനൽ കോൺട്രാക്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ആവുന്നു എന്നുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ട് ഉള്ളത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ് കാണുന്ന നസ്രിയ എന്ന് പറയുന്ന കുട്ടി, ഓക്കെ, നസ്രിയ എന്നുള്ള പറയുന്ന കുട്ടി നല്ല പാട്ടുകാരിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നസ്രിയ നസീം അല്ല, നസ്രിയ എന്ന് പറയുന്ന കുട്ടി നല്ല പാട്ടുകാരിയാണെന്ന് വിചാരിക്കുക. അപ്പം നസ്രിയനെ സംബന്ധിച്ച് നസ്രിയ ഒരു ഗാനമേളയ്ക്ക് എന്ത് ചെയ്യുന്നു? പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ കൊല്ലത്തെ തന്നെ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഒരു സിംഗിങ് ഷോന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുകയാണ്. നസ്രിയയ്ക്ക് കഷ്ടകാലത്തിന് തലേദിവസം എന്ത് ചെയ്യുന്നു? ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നു. നസ്രിക്ക് എന്ത് ചെയ്യുന്നു? ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ നസ്രി എന്ത് ചെയ്യണം? നസ്രിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗൗരി, നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക, ഗൗരി. അപ്പോൾ നസ്രിയ പറയുകയാണ് എനിക്ക് പകരം ആര് പാടും? ഗൗരി പാടും. വിച്ച് മീൻസ് ദാറ്റ് ആദ്യം നസ്രിയയും ഈ അമ്പല കമ്മിറ്റിക്കാരും ഉണ്ടായിരുന്ന കോൺട്രാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി. ആരായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി? ഗൗരിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? നൊവേഷൻ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൊവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടീസ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നൊവേഷൻ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും? സെയിം പാർട്ടീസും ആയിരിക്കാം, അതായത് അല്ലെങ്കിൽ എന്തായിരിക്കും? ഡിഫറെൻറ്റ് പാർട്ടീസും ആയിരിക്കാം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് പോയിന്റ് ഈസ് വാട്ട്? ഓൾട്ടറേഷൻ. ഓൾട്ടറേഷൻ മീൻസ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കോൺട്രാക്ട്സിനകത്ത് വരുത്തുകയാണ്. തിൻ ലൈൻ ഓഫ് ഡിഫറൻസ് നൊവേഷനും ഓൾട്ടറേഷനകത്തുള്ളൂ. ഓൾട്ടറേഷൻ്റെ കേസിനകത്ത് പാർട്ടീസ് സെയിം ആയിരിക്കും. നസ്രിയ പറയാൻ എനിക്ക് 3 hours പാട്ട് പാടാൻ പറ്റത്തില്ല, എനിക്ക് 2 hours പാട്ട് പാടാൻ പറ്റത്തുള്ളൂ, ഓക്കെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു? ടേംസ് ഓൾട്ടർ ചെയ്യുന്നു. നസ്രിയയ്ക്ക് സേ ഫോർ എക്സാമ്പിൾ 50,000 rupees ആണ് 3 hours പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരുന്നതെങ്കിൽ കോമൺസ്ട്രേറ്റ് ആയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും? പൈസയ്ക്കകത്തും റിഡക്ഷനും കാര്യങ്ങളൊക്കെ വരും. അവിടെ എന്താണ് സംസാരിക്കുന്നത്? ചേഞ്ച് ഇൻ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്, ദാറ്റ് ഇസ് ഓൾട്ടറേഷൻ ഓഫ് കോൺട്രാക്ട്. നെക്സ്റ്റ് വൺ ഈസ് റെസിഷൻ. റെസിഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ക്യാൻസലേഷൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് മരിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് മരിച്ചു കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. സോ എന്ത് ചെയ്യും നമ്മൾ? ഓൾ ഓർ സം ഓഫ് ദി ടേംസ് ഓഫ് എ കോൺട്രാക്ട് മേ ബി ക്യാൻസൽ, ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? റെസിഷൻ. അതിനാണ് റെസിഷൻ എന്ന് വിളിക്കുന്നത്. റെസിഷനും കോൺട്രാക്ട് എന്ത് ചെയ്യും? കോൺട്രാക്ട് ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ചാർജ് ആയിരിക്കും എന്നുള്ള പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. റെമിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് ലെസർ പെർഫോമൻസ് ദാറ്റ് വാട്ട് ഈസ് ആക്ച്വലി ഡ്യൂ അണ്ടർ ദ കോൺട്രാക്ട്. ദർ ഈസ് നോ നീഡ് ഓഫ് എനി കൺസിഡറേഷൻ ഫോർ ദ റെമിഷൻ. ഓക്കെ, റെമിഷൻ്റെ കേസിനാണ് സിമ്പിളായിട്ട് ആലോചിക്കുക എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നസ്രിയ ബ്ലോക്കിൽ കുടുങ്ങിയെന്ന് വിചാരിക്കുക. രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ് എന്ത് ചെയ്യുന്നത്? ഗാനമേള ഫിക്സ് ചെയ്തിട്ടുള്ളത്. നസ്രിയ ബ്ലോക്കിൽ കുടുങ്ങി, ഭയങ്കര വേടൻ്റെ ഒക്കെ പോലെ ഭയങ്കര അത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് അമ്പല കമ്മിറ്റിക്കാർ പറയുകയാണ് മാഡം വരും, 8 മണി 8:30 ആയാലും കുഴപ്പമില്ല, 1.5 മണിക്കൂർ പാട്ട് പാടിയാൽ മതി, പൈസ ഫുള്ള് കൊടുക്കും. സോ ദാറ്റ് ഈസ് റെമിഷൻ. ആക്ച്വലി 3 മണിക്കൂർ പാടിക്കാനായിട്ടുള്ള കോൺട്രാക്ട് ആയിരുന്നു, പക്ഷേ 1.5 മണിക്കൂർ പാട്ട് പാടിയാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയാണ്. അല്ലെങ്കിൽ എനിക്കൊരാൾ ഒരു 1000 രൂപ തരാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ 10,000 രൂപ തരാനുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് 8,000 രൂപ തന്നാൽ മതി. ഫിനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉള്ള ആളാണ്. സോ ദാറ്റ് ഇസ് നോൺ ആസ് റെമിഷൻ. ഓക്കെ, വേവർ എന്ന് പറയുന്നത് എന്താണ്? വേവർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലോണ് കാര്യങ്ങളൊക്കെ എഴുതി തള്ളുകയാണ്. വേവർ മീൻസ് ഗിവിംഗ് അപ്പ് ഓർ ഫോർഗോയിങ് സർട്ടൻ റൈറ്റ്സ്. വെൻ എ പാർട്ടി അഗ്രീസ് ടു ഗിവ് അപ്പ് ഹിസ് റൈറ്റ്സ് ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്. സെറ്റ് അല്ലേ? സോ ദാറ്റ് ഇസ് ബൈ അഗ്രിമെന്റ്, നൊവേഷൻ, ഓൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വേവർ. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ദാറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ്. അപ്പോൾ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ്, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ട് മസ്റ്റ് ബി പെർഫോം ഇതിന് ഫിക്സഡ് ഓർ റീസണബിൾ പീരീഡ്. ലാപ്സ് ഓഫ് ടൈം ഡിസ്ചാർജ് കോൺട്രാക്ട്. ഞാനിപ്പം കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തു തരണം, ടൈം ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക. ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് എന്തായിട്ട് മാറും? ലാപ്സ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ടൈം ബാർ ഡെറ്റ്, അല്ലെങ്കിൽ 3 വർഷമായിട്ടും കേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഗലി ഇപ്പം ഞാനൊരാൾക്ക് പൈസ കൊടുത്തു, എനിക്ക് അയാൾ പൈസ തിരിച്ചു തന്നിട്ടില്ല, 3 വർഷമായിട്ട് ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തില്ല, എനിക്ക് ഇനി ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ തിരിച്ച് ഈ പറയുന്നത് മേടിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല. സോ ദാറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം, ടൈം ബാർ ഡെപ്റ്റ്. ഓക്കെ, ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നിങ്ങൾ ആലോചിക്കുക, ഡെത്ത്, അതായത് പേഴ്സണൽ സ്കില്ല്, എബിലിറ്റി, ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ ബാലഭാസ്കർ, അൺഫോർച്ചുനേറ്റ്ലി ബാലഭാസ്കർ ഈ പറയുന്നത് പോലെ മരിക്കുന്ന സമയത്ത് ഒരുപാട് കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാകും, പല സ്ഥലത്തും പോയിട്ട് വയലിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഡെത്തോടുകൂടി അത് എന്തായിട്ട് മാറി? ലാപ്സ് ആയിട്ട് മാറി. പേഴ്സണൽ സ്കിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് കാര്യങ്ങൾ, അതായത് നിങ്ങൾ മറ്റേ നമ്മുടെ ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഒരു കാരണം ഒരു മരിച്ചതിന് ശേഷം അയാളുടെ ലാൻഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മക്കൾ മറ്റൊരാൾക്ക് കച്ചവടം ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ കോൺട്രാക്ട് ഇൻവോൾവിങ് പേഴ്സണൽ സ്കിൽ ഓർ എബിലിറ്റി. അങ്ങനെയാണെങ്കിൽ അത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ലാപ്സ് ആയിട്ട് മാറും. ഇൻസോൾവൻസി പാപ്പറായിട്ട് മാറി. ഓക്കെ, പാപ്പറായിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണതാണ് ഇൻസോൾവൻസി എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഇൻസോൾവൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ്സ് കുറവും ലയബിലിറ്റീസ് കൂടുതലുള്ള സിറ്റുവേഷനാണ്. നമ്മളെ ഇൻസോൾവൻ്റ് ആയിട്ട് കോർട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ നമുക്ക് പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു വീരമണി ടെക്സ്റ്റൈൽസ് പട്ടാമ്പിയിലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഓൾട്ടറേഷൻ. ഓക്കെ, എന്താണ് അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഓൾട്ടറേഷൻ? അതായത് ടേംസ് ഓഫ് കോൺട്രാക്റ്റിനകത്ത് കൺസെൻറ്റ് ഇല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി. ചേഞ്ച് ഇൻ ദി എമൗണ്ട് ഓഫ് മണി ടു ബി പെയ്ഡ്, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, പ്ലേസ് ഓഫ് പേയ്മെൻറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ. അപ്പോഴും ഡിസ്ചാർജ് സംഭവിക്കും. അതായത് ആ പറയുന്ന ടേംസിനകത്ത് ചേഞ്ചസ് സമ്മതമില്ലാതെ വരുത്തി കഴിഞ്ഞു. ക്ലിയർ ആണോ? മർജർ മീൻസ് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ആലോചിക്കുക. എനിക്കൊരു കോളേജിൽ എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ലെക്ചറാക്കി മാറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഫസ്റ്റത്തെ കോൺട്രാക്ട്, അതായത് ഫസ്റ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കോൺട്രാക്ട് ആണ്. സെക്കൻഡ് കോൺട്രാക്ട് ദാറ്റ് ഇസ് പെർമനൻ്റ് ആയിട്ട് എന്നെ എംപ്ലോയി ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സുപ്പീരിയർ കോൺട്രാക്ട് ആണ്. സോ ആ സിറ്റുവേഷനകത്ത് എന്ത് സംഭവിക്കും? ഈ പറയുന്ന സബോർഡിനേറ്റ് കോൺട്രാക്ട് സുപ്പീരിയർ കോൺട്രാക്റ്റിൽ മർജ് ആവും. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ് വെൻ ഇൻഫീരിയർ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ അണ്ടർ എ കോൺട്രാക്ട് merge with superior rights under a new contract, the contract with inferior rights will comes to an end. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മർജർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഇമ്പോസിബിൾ ആയിട്ട് മാറുകയാണ് എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഷുഗർ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ ഷുഗറിൻ്റെ ഫാക്ടറി കത്തിപ്പോയി. സോ ബേസിക്കലി ഇമ്പോസിബിൾ ആയിട്ട് മാറി. ഡിസ്ചാർജ് ബൈ ബ്രീച്ച് എന്ന് പറയുമ്പോൾ ലംഘനം. ഫോർ എക്സാമ്പിൾ ഞാൻ രാഹുൽ അല്ലെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ റോബിന് ഞാനൊരു കാറ് കൊടുക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റിൽ ഞാൻ കാല് മാറിയെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച്. ബ്രീച്ച് മീൻസ് ലംഘനം. ബ്രീച്ച് തന്നെ രണ്ട് രീതിയിലുണ്ട്, ആക്ച്വൽ ബ്രീച്ച്, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇല്ല. സോ വിത്ത് ദാറ്റ് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എന്തൊക്കെയാണ്? കണ്ടീഷൻ കോൺട്രാക്ട്സ്, ക്വാസി കോൺട്രാക്ട്സ്, ആൻഡ് ലാസ്റ്റ് ഓൾസോ വി ഡിസ്കസ് റിഗാർഡിംഗ് ദ ഡിസ്ചാർജിനെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ടെൻഡർ പ്രൊസീജിയർ മക്കളെ ചെറുതായിട്ടൊന്ന് നോക്കി വെക്കണേ. ഓക്കെ, ഇത്തവണ ചിലപ്പോൾ ഒരു ബൗൺസർ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ത്? ടെൻഡർ പ്രൊസീജിയർ എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ. ടെൻഡർ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. അതായത് എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കലോത്സവം കേരള സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് സദ്യ തയ്യാറാക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചു എന്ന് വിചാരിക്കും. നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. വേറെ ആരാന്ന് എനിക്കറിയില്ല. കുറേ നാളായിട്ട് അങ്ങേ തന്നെയാണ് സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാളൊരു ടെൻഡർ ഡോക്യുമെൻ്റ് കൊടുക്കും. ആ ഡോക്യുമെൻറ്റിനകത്ത് അയാൾ എന്തൊക്കെ രീതിയിലുള്ള സംഭവങ്ങളാണ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നോക്കുക, നമുക്ക് ടെൻഡറിൻ്റെ കയ്യിൽ എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. Okay. A tender document may also called as request for tender. Okay, request for tender. അപ്പോൾ കൊട്ടേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക? റിക്വസ്റ്റ് ചെയ്യുകയാണ്. The document usually contains the specifications of the worker to be carried out or goods to be supplied. സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പം നമ്മുടെ സ്കൂളുകളൊക്കെ, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ സർക്കാർ സ്കൂളുകളൊക്കെ എന്താക്കി മാറ്റുകയാണ്? ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സെറ്റാക്കിയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ബേസ്ഡ് ആക്കിയിട്ട് ഈ പറയുന്ന അടിപൊളിയായിട്ട് സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ ആയിരിക്കും മാറ്റുകയാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള രീതിയിലുള്ള പ്രൊജക്ടർ വേണ്ടി വരും, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഡിജിറ്റൽ പാനൽ വേണ്ടി വരും. അപ്പോൾ ആ ഗുഡ്സിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ടൈം ലിമിറ്റ് ഫോർ ഫുൾഫിൽമെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്. ദീസ് ടെൻഡേഴ്സ് മേ ബി ഫ്ലോട്ടഡ് ബൈ കമ്പനീസ്, ഓർഗനൈസേഷൻസ് ഓർ ബൈ ഗവൺമെൻറ് ഓർ ഇറ്റ്സ് ഏജൻസീസ്. ഇത് ആര് വേണമെച്ചാൽ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗവൺമെൻറ്റിന് പറ്റും, കമ്പനീസിന് പറ്റും, ഒക്കെ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം ആലോചിക്കുക. ടെൻഡർ ഡോക്യുമെന്റ് മേ ബി ഓൾസോ കോൾഡ് ആസ് റിക്വസ്റ്റ് ഫോർ ടെൻഡർ ഈസ് എ ഡോക്യുമെന്റ് യൂഷ്വലി കണ്ടെയ്ൻസ് ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ദി വർക്ക് ടു ബി ക്യാരിഡ് ഔട്ട് ഓർ ഗുഡ്സ് ടു ബി സപ്ലൈഡ്. ടൈം ലിമിറ്റ് എത്ര സമയത്തിനുള്ളിൽ ഇത് ഫുൾഫിൽ ചെയ്യണം ഓഫ് വർക്ക് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എ കോൺട്രാക്ട്. ഇനി ഈ പോയിന്റ്സ്, ഈ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഒരു 10 പോയിന്റ്സ് ഉണ്ട്, ഒരു 6 പോയിന്റ്സ് എങ്കിലും ജസ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ള പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. ദി പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ മേക്കിംഗ് പബ്ലിക് പ്രൊക്യൂർമെന്റ് മസ്റ്റ് കൺഫേം ടു ദ ഫോളോയിങ് യാർഡ് സ്റ്റിക്സ്. അപ്പോൾ ഒരു ടെൻഡർ നടത്തുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഓഡിറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഗവൺമെൻറ് ഓഡിറ്റിനകത്ത് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ് പൈസ എന്ന് പറയുന്നത് ആരുടെ പൈസയാണ്? നമ്മുടെയും പൈസയാണ് അല്ലേ. സോ ആ സിറ്റുവേഷൻസിനകത്ത് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. The description of subject matter of the procurement to the extent practicable should be objective, functional, generic and measurable, and specify technical, qualitative and performance characteristics. Okay, objective, functional, generic and measurable. അതായത് കറക്റ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസും ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ പറയുന്നത് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത്? ഇപ്പം TV, ഡിജിറ്റൽ പാനലാണെങ്കിൽ എത്ര വിത്തുള്ള TV, പിന്നെ അതേപോലെ തന്നെ ഐപാഡ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ടാബ്ലറ്റ്, ഇതൊക്കെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ പെൻഡ്രൈവ് ഒക്കെ കുത്താൻ പറ്റുന്ന രീതി, അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, എന്തൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് വേണം, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റ് ചെയ്യണം. മെഷറബിൾ മീൻസ് എത്ര TV വേണം, എത്ര ഡിജിറ്റൽ പാനൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം?
ഈ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണോ? സോ ടെക്നിക്കൽ, മെഷറബിൾ, ക്വാളിറ്റേറ്റീവ്, ഓക്കെ, പെർഫോമൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നോട്ട് ഇൻഡിക്കേറ്റ് എ റിക്വയർമെൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ ട്രേഡ് മാർക്ക്, ട്രേഡ് നെയിം ഓർ ബ്രാൻഡ്. ഓക്കെ, നോട്ട് ഇൻഡിക്കേറ്റ് റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്കൊരു ട്രേഡ് മാർക്കോ കാര്യങ്ങളൊന്നും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ തന്നെ എഴുതി പോകാം അല്ലേ. ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ തന്നെ ഈ പോയിന്റ്സ് പഠിച്ചാൽ മതി. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ മേക്ക് എ സ്ക്രീൻഷോട്ട്. മക്കളെ ദയവ് ചെയ്ത് ഈ ഒരു പ്രിൻ്റ് ഒന്നും ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ പിന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് തരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി. സിമ്പിളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇൻവൈറ്റഡ് യൂസിങ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻവൈറ്റഡ് യൂസിങ് ഫെയർ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് റീസണബിൾ പ്രൊസീജിയർ. പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. സോ ബേസിക്കലി എൻ്റെ അളിയൻ ഈ പറയുന്ന ടി വി ഒക്കെ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ പാനലൊക്കെ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ്റെ MD ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അളിയാ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കറക്റ്റായിട്ട് ഫെയർ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കറക്റ്റായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം, ജനറിക് ആയിരിക്കണം, പിന്നെ എന്താണ്, മെഷറബിൾ ആയിരിക്കണം. ഓക്കെ, ഒബ്ജക്റ്റീവ്, ക്വാളിറ്റേറ്റീവ്, ജനറിക്, മെഷറബിൾ. കുറച്ച് കാണാതെ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ദ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് എ പെർട്ടിക്കുലർ ബ്രാൻഡ് നെയിം. ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു ബ്രാൻഡ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. പിന്നെ എന്താണ്, ബേസിക് നീഡ്സ് ഓഫ് പ്രൊക്യൂറിംഗ് ഓർഗനൈസേഷൻസ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അതായത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. നോൺ എസെൻഷ്യൽ തിങ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോളേജിലാണ് ഈ പറയുന്ന ഡിജിറ്റൽ പാനൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമലി ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ പണ്ട് ഈ പറയുന്നത് GTA Vice City, സാൻ ആൻഡ്രിയാസ്, കോൾ ഓഫ് ഡ്യൂട്ടി പോലെയുള്ള ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഭവമാണ്. അത് കോളേജിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സോ ഓക്കെ, അവോയ്ഡ് പർച്ചേസിങ് എക്സസ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, എക്സസ് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്, അതായത് കോസ്റ്റ്, അതായത് ഈ പറയുന്നത് കോസ്റ്റ് എസ്കലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് കൂടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൈസ് എന്തായിരിക്കണം, റീസണബിൾ ആയിരിക്കണം, കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ക്വാളിറ്റി ആയിരിക്കണം പ്രൈസ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് PPE കിറ്റിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ LDF സർക്കാർ കൂടുതൽ പൈസയ്ക്ക് PPE കിറ്റ് മേടിച്ചു എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ ഒരു ആരോപണമോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. അതായത് അവർ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ, അതായത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കാര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നതെന്നുള്ള പോയിന്റാണ് സംസാരിച്ചത്. മക്കളെ ക്ലിയർ അല്ലേ? സോ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ടെസ്റ്റഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ICMAക്ക്, അതായത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആനുവൽ പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ പബ്ലിഷ് ഇൻ ദ വെബ്സൈറ്റ്. ആനുവൽ പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, വെബ്സൈറ്റിനകത്ത് കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കുന്നത്. അതായത് എപ്പോഴൊക്കെയാണ് എത്രയൊക്കെ യൂണിറ്റ്സ് ആണ് പ്രൊക്യൂർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യണം. സോ ദാറ്റ്സ് എ പോയിന്റ്. അതാണ് നമ്മളെ സംബന്ധിച്ച് ടെൻഡറിനെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ടുള്ള പോയിന്റ്. വിത്ത് ദാറ്റ് 4 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4 questions വി കംപ്ലീറ്റഡ് 4 questions. ഞാൻ പറയുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 4 questions കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ഫൈൻ. അടാ, ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഇമ്പോർട്ടൻറ്റ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ക്വസ്റ്റ്യനാണ്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്ന് പറയുന്ന ആരാ? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ കേസിനകത്ത് അല്ലേ, 3 ആൾക്കാർ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ദാറ്റ് ഇസ് ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഷുവർട്ടി. ഓക്കെ, ഫൈൻ. സോ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷുവർട്ടി എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എങ്ങാനും പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഷുവർട്ടി പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു പോയിന്റാണ്. നോർമലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ അവർ ഈ പറയുന്നത് പോലെ തന്നെ ഷുവർട്ടി ആയിട്ട് ജാമ്യമായിട്ട് നിൽക്കാറൊക്കെ ഉണ്ട്, പല ആൾക്കാർക്കും ലോണൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ഡിസ്ചാർജ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. എപ്പോഴൊക്കെയാണ് ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഡിസ്ചാർജ് ആവുന്നത് എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. സോ ഇതേപോലെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്, പഠിക്കേണ്ട ഒരു പോയിന്റ്സ് ആണ്. ബൈ ഗിവിംഗ് നോട്ടീസ് ടു ദ ക്രെഡിറ്റർ, സെക്ഷൻ 130. മക്കളെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈം സപ്ലൈ ചെയ്യുന്ന, അതായത് ഗുഡ്സ് കാര്യങ്ങൾക്ക് ഒക്കെയുള്ള പൈസ ഞാൻ തരാമെന്ന് പറയുന്ന സംഭവത്തെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് ആലോചിക്കുക. സേ ഫോർ എക്സാമ്പിൾ അരുൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അരുൺ ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള എന്തില്ല, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള സൗണ്ടൊന്നുമല്ല, ഫിനാൻഷ്യൽ ഇത്രയും സെറ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല അരുൺ. സോ അരുൺ എന്ത് ചെയ്യുന്നു, അരുൺ ഒരു പലചരക്ക് കട സ്റ്റാർട്ട് ചെയ്യുന്നു. പലചരക്ക് കട സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അരുൺ ഈസ് എ റീറ്റെയിൽ ഷോപ്പാണ് അവർ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അരുൺ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഡീലറുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾസെയിൽ ഡീലർ ചോദിച്ചു, അരുണെ നീ ഇങ്ങനെ ഫിനാൻഷ്യലി സൗണ്ട് അല്ല, നിങ്ങൾ ഇങ്ങനെ പൈസ തരും? അരുൺ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം സെയിൽസ് ഉണ്ടാവും, കസ്റ്റമറിന് കിട്ടുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിൽ അരുൺ പറയുവാണ്.
ആ സിറ്റുവേഷനകത്ത് എന്നാലും അവർക്കൊരു ഡൗട്ട്, ഹോൾസെയിലർക്ക് ഒരു ഡൗട്ട്. ആ സിറ്റുവേഷനകത്ത് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന കേസിനകത്ത് അരുൺ എങ്ങാനും പൈസ തന്നില്ലെങ്കിൽ ഞാൻ പൈസ തരാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു കുറച്ച് ഫ്രോഡാണ്, ഇച്ചിരി പൈസയ്ക്കൊക്കെ കുറച്ച് ഇതൊക്കെ കൂടിയിട്ടേ ഫ്രോഡായിട്ട് മാറി. സോ ഞാൻ ബേസിക്കലി ക്രെഡിറ്റർക്ക് ഒരു എന്ത് കൊടുത്തു, നോട്ടീസ് കൊടുത്തു. അതായത് ആ ഹോൾസെയിലർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു നോട്ടീസ് കൊടുത്തു. ഇനി മുതൽ അരുൺ നടത്തുന്ന പർച്ചേസസ് ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ദാറ്റ് ഇസ് ബൈ ഗിവിംഗ് നോട്ടീസ് ടു ദ ക്രെഡിറ്റർ. ഫസ്റ്റ് പോയിന്റ് ബൈ ഡെത്ത് ഓഫ് ഷുവർട്ടി. സെക്കൻഡ് പോയിന്റ് എന്താണ് മക്കളെ? ഡെത്ത് ഓഫ് ഷുവർട്ടി. ഡെത്ത് ഈ പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റിവോക്ക് ചെയ്യും. ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു ക്യാഷ്യർ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. വീണ്ടും ഫോർ എക്സാമ്പിൾ സരുൺ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്, സരുൺ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ സരുണിൻ്റെ കേസിനകത്ത് സരുൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സരുൺ ആക്ച്വലി ഒരു ക്യാഷ്യറായിട്ട് ലുലു മാളിൽ, MI യൂസഫ് അലിയുടെ ലുലു മാളിൽ ക്യാഷ്യറായിട്ട് പോവാണ്. ക്യാഷ്യറായിട്ട് പോകുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് സരുണിന് നല്ല സ്വഭാവമുള്ള ആളാണ്, സരുൺ കള്ളത്തരൊന്നും കാണിക്കില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഗ്യാരണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എന്നെ വിളിക്കുന്നവരാണ് ഷുവർട്ടി. ആക്ച്വലി ആദ്യം സരുണിന് 25,000 പെർ മന്ത് ആയിരുന്നു എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, 25,000 പെർ മന്ത് ആയിരുന്നു സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 25,000 പെർ മന്ത് എന്ന് പറയുന്ന സാലറി എന്ത് ചെയ്തു, 15,000 പെർ മന്ത് ആയിട്ട് എന്ത് ചെയ്തു, കുറച്ചു. വിച്ച് മീൻസ് ദാറ്റ് വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. ഒബ്വിയസ്ലി 25,000 രൂപ മന്ത്ലി സാലറി കിട്ടിയ ഒരാൾ 15,000 ആയിട്ട് കുറയ്ക്കുന്ന സമയത്ത് അയാൾക്ക് ആ കമ്പനിയോടുള്ള ലോയൽറ്റി പോയില്ല മക്കളെ, ലോയൽറ്റി തീർച്ചയായിട്ടും പോകും. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഒബ്വിയസ്ലി ഞാൻ ഡിസ്ചാർജ് ആയി, കാരണം ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. നെക്സ്റ്റ് ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് ഒരു ഫാർമർ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ലോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്തിട്ട് ഒരു കാലാവസ്ഥയിൽ ഇഷ്യൂ വന്നു, പ്രളയം വന്നു. അയാളുടെ ക്രോപ്സ് ഒക്കെ പറയുന്നത് നശിച്ചു പോയ സമയത്ത് ഗവൺമെൻറ് ഇത് വെച്ചാൽ അയാളുടെ ലോണൊക്കെ എഴുതി തള്ളി. സോ ഫാർമർ ഡിസ്ചാർജറായി. ഫാർമറുടെ ഒപ്പം തന്നെ ഫാർമർക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടി തന്നിട്ടുള്ള ഞാൻ ഡിസ്ചാർജറായി. എത്രയേ ഉള്ളൂ. ദെൻ ക്രെഡിറ്റർ കോമ്പൗണ്ട്സ് വിത്ത് പ്രിൻസിപ്പൽ ഡെറ്റർ ബൈ ഗിവിംഗ് ടൈം ടു ഓർ അഗ്രീസ് നോട്ട് ടു സ്യൂ പ്രിൻസിപ്പൽ ഡെറ്റർ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും കൂടെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. ദാറ്റ് ഇസ് ക്രെഡിറ്ററും പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡെറ്ററും കൂടെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കില്ല, പ്രിൻസിപ്പൽ ഡെറ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കില്ല, ഷുവർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ കേസ് കൊടുക്കും എന്നുള്ള ഇതിലൊരു എഗ്രിമെൻറ്റിൽ ഈ പറയുന്നത് പോലെ തന്നെ പറയുകയാണ്. അപ്പോൾ ബാല പറഞ്ഞ പോലെ ദിസ് ഈസ് റോങ് അല്ലേ, ശരിയാണോ തെറ്റല്ലേ, ഇത് ഈ പറയുന്നത് പോലെ തന്നെ എന്നെ ചതിക്കുന്ന പോലെയല്ലേ, ഷുവർട്ടിനെ ചതിക്കുന്ന പോലെയാണ്. ഷുവർട്ടി വിൽ ബി ഡിസ്ചാർജ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും കൂടെ അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടാലാണ് ഷുവർട്ടി ഡിസ്ചാർജ് ആകുന്നത്. ക്രെഡിറ്ററും തേർഡ് പാർട്ടിയും കൂടെ അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടാൽ ഇവിടെ ഷുവർട്ടി ഡിസ്ചാർജ് ആവില്ല. എന്താ ഞാൻ പറഞ്ഞത്? ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും ഇവർ രണ്ടുപേരും കൂടെ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കില്ല, ഷുവർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ കേസ് കൊടുക്കും എന്നുള്ളതിലൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിച്ചാൽ ദാറ്റ് വിൽ ഡിസ്ചാർജ് വാട്ട്, ഷുവർട്ടി. അത് ഷുവർട്ടിന് ഡിസ്ചാർജ് ആവും. എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം, അല്ലാതെ ചുമ്മാ കേസ് കൊടുക്കുന്നില്ല, ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നില്ല, ഈ പറയുന്ന പ്രിൻസിപ്പൽ ഡെറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നില്ല. അതൊരു പോയിന്റ് ഉണ്ട്. ദാറ്റ് ഇസ് മിയർ ഫോർബിയറൻസ് ഒരിക്കലും എന്തായിട്ട് ഡിസ്ചാർജ് ആവില്ല, ഈ പറയുന്ന ഷുവർട്ടിൻ്റെ ഡിസ്ചാർജ് ആവില്ല. അതായത് വെറുതെ ഈ പറയുന്നത് പോലെ തന്നെ ക്രെഡിറ്റർ ഷുവർട്ടിക്ക് പറയാൻ പറ്റില്ല, നീ പോയി ആദ്യം പ്രിൻസിപ്പൽ ഡെറ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുക, എന്നിട്ട് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമെന്ന് വെച്ചാൽ ക്രെഡിറ്റർ പറയും അതെൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം എന്നുള്ള രീതിയിൽ പറയും. ക്ലാരിറ്റി ഉണ്ടോ? സോ ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, സോ അതാണ് വെൻ ക്രെഡിറ്റർ കോമ്പൗണ്ട്സ് വിത്ത് പ്രിൻസിപ്പൽ ഡെറ്റർ, അതായത് ഒത്തുചേർത്തുകൊണ്ട് ബി ഗിവൻ ടൈം ടു ഓർ അഗ്രീസ് നോട്ട് ടു സ്യൂ പ്രിൻസിപ്പൽ ഡെറ്റർ. ദ ക്രെഡിറ്റേഴ്സ് ആക്ട് ഓർ ഒമിഷൻ ഇംപയറിംഗ് മീൻസ് നശിപ്പിക്കുക, ഷുവർട്ടീസ് എവൻച്വൽ റെമഡി. മക്കളെ മനസ്സിലാക്കുക, പോയിന്റ് മനസ്സിലാക്കുക. ഇവിടെ ആക്ച്വലി ഇപ്പം ഈ കേസിലകത്ത് തന്നെ ഞാൻ ഷുവർട്ടിയാണ്, ദാറ്റ് ഇസ് രഞ്ജിത്ത് ഷുവർട്ടിയാണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പേര് പറയണം, അഭിലാഷ്. ഓക്കെ, അഭിലാഷാണ് ആര്? അഭിലാഷാണ് ഡെപ്റ്റർ. അഭിലാഷാണ് ഈ പറയുന്നത് പോലെ തന്നെ ഡെപ്റ്റർ. അപ്പോൾ അഭിലാഷ് ആക്ച്വലി എന്ത് ചെയ്തു? അഭിലാഷ് ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്നത് എസ് ബി ഐ ക്രെഡിറ്റർ. SBI എന്നൊരു 5 lakhs rupees ലോൺ എടുത്തു. ആൻഡ് ഓൾസോ ഒരു വീടിൻ്റെ ആധാരം വെച്ചു, വീടിൻ്റെ ടൈറ്റിൽ ഡീഡ്സും എന്ത് ചെയ്തു? പണയം വെച്ചു. വീടിൻ്റെ ടൈറ്റിൽ ഡീഡ്സും SBIയിൽ പണയം വെച്ചു. ഓക്കെ, അപ്പോൾ വീടിൻ്റെ ടൈറ്റിൽ ഡീഡ്സും SBIയിൽ പണയം വെച്ചു. മക്കളെ മനസ്സിലാക്കുക, പോയിന്റ് മനസ്സിലാക്കുക. ഈ 5 ലക്ഷം രൂപ അഭിലാഷ് കൊടുത്തില്ല. അഭിലാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ ആര് കൊടുക്കും? ഈ പറയുന്ന ഷുവർട്ടി ആയിട്ടുള്ള ഞാൻ കൊടുക്കും അല്ലേ, രഞ്ജിത്ത് എന്ത് ചെയ്യും? രഞ്ജിത്ത് ഈ പറയുന്ന SBIക്ക് പൈസ കൊടുക്കും. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഈ പറയുന്ന ടൈറ്റിൽ ഡീഡ്സ്, അതായത് ഈ പറയുന്ന ടൈറ്റിൽ ഡീഡ്സ് ഇല്ലേ, ഇത് ആർക്കാണ്? ഇത് ആർക്ക് സ്വന്തമാണ്? എനിക്ക് സ്വന്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സിറ്റുവേഷനകത്ത് SBI എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ടൈറ്റിൽ ഡീഡ്സ് അഭിലാഷിന് തിരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ദാറ്റ് എനിക്ക് ഇനി യാതൊരുവിധ രീതിയിലുള്ള പരിഹാരവും ഇല്ല, എനിക്ക് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് യാതൊരുവിധ രീതിയിലുള്ള റെമഡി ഇല്ല. എൻ്റെ പരിഹാരം നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? ഈ പറയുന്ന SBI നശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ആവും. ക്ലാരിറ്റി ഉണ്ടോ? അതാണ് ബൈ ദ ക്രെഡിറ്റേഴ്സ് ആക്ട് ഓർ ഒമിഷൻ ഇംപയറിംഗ്, നശിപ്പിക്കുക, ഷുവർട്ടീസ് എവൻച്വൽ റെമഡി. പക്ഷെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സിറ്റുവേഷൻസിനകത്തൊക്കെ ഷുവർട്ടി ഡിസ്ചാർജ് ആവും. മക്കളെ എത്ര പോയിന്റ് ഉണ്ട്? 3 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ
ഷുവർട്ടി ഡിസ്ചാർജ് ആകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണോ ഷുവർട്ടി, എന്താണോ പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാരണ്ടി, 3 പാർട്ടീസ് ഉണ്ട്, ഷുവർട്ടി എന്ന് പറയുന്ന ആൾ ഗ്യാരണ്ടി കൊടുക്കുന്ന ആളാണ് എന്നുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന പോയിന്റ്സ് എഴുതുക. ഷുവർട്ടി ഡിസ്ചാർജ് ആവാത്ത കേസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ക്രെഡിറ്ററും തേർഡ് പാർട്ടിയും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് എഗ്രിമെൻ്റ് എന്ന് വിചാരിക്കാം. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും ആയിട്ടല്ല എഗ്രിമെൻറ്റ്, ക്രെഡിറ്ററും തേർഡ് പാർട്ടി ആയിട്ടാണ് എഗ്രിമെൻ്റ് എന്നുണ്ടെങ്കിൽ അവിടെ ആര് ഡിസ്ചാർജ് ആവില്ല, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിസ്ചാർജ് ആവില്ല എന്നുള്ള പോയിന്റാണ് സംസാരിക്കാനായിട്ട്, ഷുവർട്ടി ഡിസ്ചാർജ് ആവില്ല എന്നുള്ള പോയിന്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മിയർ ഫോർബിയറൻസ്, അതായത് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കുക, ക്രെഡിറ്ററിൻ്റെ താല്പര്യമാണ് അല്ലെങ്കിൽ ക്രെഡിറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഇഷ്ടമാണ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കണോ ഷുവർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കണോ എന്നുള്ളതൊക്കെ ക്രെഡിറ്ററിൻ്റെ മാത്രം തീരുമാനമാണ്. നമുക്ക് അതിൽ കയറിയിട്ട് ക്രെഡിറ്ററെ നീ പോയിട്ട് ആദ്യം പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാമെന്നും പറയാൻ പറ്റില്ല. ക്രെഡിറ്റർ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഷുവർട്ടി അവിടെ ഡിസ്ചാർജ് ആവില്ല. പക്ഷേ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ആവും. ഓക്കെ, പാർട്ട് ഓഫ് ദി ക്രെഡിറ്റർ ടു സൂ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഓർ എൻഫോഴ്സ് ദ അതർ റെമഡി അഗെയിൻസ്റ്റ് ഹിം ഡസ് നോട്ട് ഇൻ ദി ആബ്സൻസ് ഓഫ് എനി പ്രൊവിഷൻ ദ ഗ്യാരണ്ടി ടു കോൺട്രറി ഡിസ്ചാർജ് ദ ഷുവർട്ടി. സോ അങ്ങനെ അതാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ ഡൺ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ, പോയിന്റ്സ് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഐ തിങ്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. കോൺട്രാക്റ്റ് ആക്ട് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സംസാരിക്കാനായിട്ടുള്ളത് ബെയിൽമെൻറ്റിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ സംസാരിക്കാനായിട്ടുണ്ട്. ഓക്കെ, എന്താണ് ബെയിൽമെൻറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഓക്കെ, ഡെലിവറി ഓഫ് ഗുഡ്സ് അപ്പോൺ എ പർപ്പസ്, ഒരു പർപ്പസിന് വേണ്ടി ഗുഡ്സ് ഡെലിവറി ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ ഷർട്ടിൻ്റെ ഒരു തുണിയുടെ ഒരു പീസ് ഡെലിവറി ചെയ്യാണ്, ടൈലർക്ക് ഡെലിവറി ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യും, ഈ പറയുന്നതിൽ റിട്ടേൺ ചെയ്യുന്നത് ഏതൊരു ഓൾട്ടേർഡ് ഫോമിലായിരിക്കും, അതായത് മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അൺഓൾട്ടേർഡ് ഫോമിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓൾട്ടേർഡ് ഫോം എന്ന് പറയുമ്പോൾ എന്താ, ഈ തുണി തയ്പ്പിച്ച് അത് എന്ത് ചെയ്തു ഷർട്ടാക്കി മാറ്റി, ദാറ്റ് ഇസ് ഓൾട്ടേർഡ് ഫോം. അൺആൾട്ടേർഡ് ഫോം എന്ന് പറയുമ്പോൾ എന്താ, അൺആൾട്ടേർഡ് ഫോം എന്ന് പറയുന്നത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാറാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. കാർ ചിലപ്പോൾ കൊടൈക്കനാലിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തിരിക്കുകയായിരിക്കും. കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ആ ഒരു കാർ എന്ത് ചെയ്യും, തിരിച്ചു തരും. ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ, ഫോർ എക്സാമ്പിൾ ഒരു പെയിൻറ്റ് കടക്കാരനാണെന്ന് വിചാരിക്കും. ബംഗാളുടെ കയ്യിൽ എന്ത് ചെയ്തു, പെയിൻറ്റ് കാര്യങ്ങൾ കൊടുത്തു, എൻ്റെ വീട് പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പെയിൻറ്റ് അവിടെ വെച്ചിട്ട് പോകും. വിച്ച് മീൻസ് എന്താ സംഭവിക്കുന്നത്, എന്താണ് ബെയിൽമെൻറ്റ് ആസ് എ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, ഫോർ സം പർപ്പസ്. ഓക്കെ, upon a contract that they shall, when the purpose is accomplished, purpose കഴിഞ്ഞു shall be returned or otherwise disposed of according to the directions of persons delivering them. ഈ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ബെയിലർ എന്നും, ആർക്കാണോ ഡെലിവറി ചെയ്യുന്ന അവളെ നമ്മൾ ബെയിലി എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ഡെലിവറി ഉണ്ടായിരിക്കണം, ഡെലിവറി ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം, ആൻഡ് ഓൾസോ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്തു വെച്ചാൽ അത് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ഡിസ്പോസ് ചെയ്യും അക്കോർഡിംഗ് ടു ഡയറക്ഷൻസ് ഓഫ് ബെയിലർ. അതാണ് സംസാരിക്കാനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, മിക്സിങ് വലിയ പ്രശ്നമില്ല. മിക്സിങ്ങിനെ കുറിച്ച് നമുക്ക് വല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല.